وأحرمت بها لله تعالى فتقبلها مني ويسرها لي يا رب العالمين. الله تعالى വേണ്ടി ഉംറ ചെയ്യുവാൻ ഞാൻ കരുതി. لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك. ഹൃദയത്തോടെ ആ പവിത്രമായ മണ്ണിലെത്തിയാൽ അല്ലാഹുവിന്റെ മലായികത്തുകൾ സ്വീകരിക്കുന്ന ലബ്ബൈക വസഅദൈക പ്രത്യേകമായി നമ്മെ ആശംസിക്കുന്ന ഒരു വിഭാഗം ആളുകളെ ഹദീസിൽ പരിചയപ്പെടുത്തിയത് നാം ഒക്കെ പഠിച്ചതാണ്. ആ രൂപത്തിൽ ആ മലക്കുകളുടെ സ്വീകരണം ഏറ്റുവാങ്ങുന്ന ഹാജിമാരിൽ ഹജ്ജുമാരിൽ അല്ലാഹു നമ്മളുടെ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന്. അസ്സലാമു അലൈക്കും. ഞാൻ ഈ വർഷത്തെ ഹാജിയാണ്. തിരുവനന്തപുരത്തു നിന്നാണ്. ശ്രീകാര്യമാണ് എൻ്റെ സ്ഥലം. എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഹാജിമാരാകുമ്പോൾ ഒരു 50+ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി അതല്ല. നമ്മൾ എത്ര ചെറുപ്പത്തിൽ നമുക്കത് പോകാൻ പറ്റുന്നോ അത്രയും പ്രതിഫലം നമുക്ക് കൂടുതലാണ്. ഇവിടെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 19 വയസ്സുള്ള 20 വയസ്സായുള്ള ഹാജിമാരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവിടെ എല്ലാം ഹജ്ജ് ഖബൂൽ ചെയ്യട്ടെ. അപ്പോൾ അവർക്ക് അതിനനുസരിച്ച് ജീവിക്കാനുള്ള ആ ഒരു തൗഫീഖുള്ള കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നിലവിൽ ഈ സമയത്ത് പോകാൻ എന്താണ് നിങ്ങൾക്കൊരു പ്രചോദനം ഉണ്ടായത്? അതൊന്ന് പറയാൻ പറ്റും? പ്രചോദനം എന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മ പോയിട്ടുണ്ട് മുമ്പ്. അപ്പോൾ ഉമ്മ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളും ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെയും അതിലോട്ട് പോവുക കാണുക എന്നുള്ള ആ ഒരു ഇതുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എപ്പോഴും അവിടെ പോകണം എന്നുള്ളതാണ് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ഏറ്റവും വലിയ കാര്യം. അപ്പം അതിന് പെട്ടെന്നൊരു ചാൻസ് കിട്ടിയത് തന്നെ എൻ്റെ നല്ലൊരു ഇതായിട്ട് ഞാൻ ആക്കുകയാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട് ശരിക്കും ഒരു ആത്മീയ ചൈതന്യം ഉള്ളിൽ അല്ലേ കൊണ്ട് വരുമ്പോഴാണ് നമുക്ക് അല്ലാതെ വിളി വരുന്നത്. അപ്പോൾ ആ വിളി നേരത്തെ വന്നു. അൽഹംദുലില്ലാഹ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക്. ഹജ്ജ് ക്യാമ്പ് പരിസമാപ്തിയിലേക്ക് നാളെ രാവിലെ 8:30 കൊച്ചി ക്യാമ്പ് സമാപിക്കും. 12:10 യാത്രയാകുന്ന അവസാന ഹാജി സംഘവും മക്കയിലേക്ക് യാത്രയാകും. ഹാജിമാർ തിരികെ മദീനയിൽ നിന്നായിരിക്കും എത്തുന്നത്. കൊച്ചിയിൽ നിന്നും ഇന്നലെയും ഇന്നുമായി 552 ഹാജിമാർ യാത്ര തിരിച്ചു. ഹാജിമാരിൽ 297 പുരുഷന്മാരും 255 വനിതകളുമാണ് യാത്രയായത്. ഇന്നലെ ഉച്ചക്ക് തിരിച്ച ഹാജിമാർക്ക് കാലടി സംസ്കൃത സർവകലാശാല ഓഡിറ്റർ നെല്ലിക്കുഴി സ്വദേശി CM നവാസാണ് നേതൃത്വം നൽകുന്നത്. നാളെ 12:10 യാത്ര തിരിക്കുന്ന 112 ഹാജിമാരിൽ 99 പേർ തമിഴ്നാട്ടിൽ നിന്നും 2 പേർ കർണാടക സ്വദേശികളുമാണ്. ഇന്നലെ രാവിലെ നടന്ന യാത്രാ സമ്മേളനത്തിൽ പ്രാർത്ഥനയ്ക്ക് ചേരമാൻ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഡോക്ടർ സലീം നദ്വി നേതൃത്വം നൽകി. ഉംറ നിർവഹിക്കാനുള്ള നിയ്യത്ത് മുൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി നിർവഹിച്ചു. മമ്പോലുലു മുദരിസ് ഷാനവാസ് സക്കാഫി, ഹജ്ജ് സെൽ ഓഫീസർ MN ഷാജി, ക്യാമ്പ് ജനറൽ കൺവീനർ സഫർ കയാൽ, മുൻ MLA AM യൂസഫ്, AK ബാബു, സലിം TK തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സ്വർണം കൊണ്ട് പുറം പേജ് ഖുർആൻ ലിപി ആലേഖനം ചെയ്ത പരിശുദ്ധ ഖുർആൻ അമേരിക്കയിൽ സ്ഥിരതാമസക്കാരനായ ഹജ്ജ് വോളണ്ടിയർ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് ഉസ്താദിന് നൽകി സമ്മാനിച്ചു. തുടർന്ന് അബ്ദുല്ലാസി സഖാഫി, ഇബ്രാഹിം സഖാഫി തുടങ്ങിയവർ പകരത്തിന് ഹജ്ജിന് പോകുന്നവർക്കായി നിയ്യത്ത് ചൊല്ലിക്കൊടുത്ത് മാതൃകയായി. ഹജ്ജ് ഇബ്രാഹിം നബിയുടെ വിളിക്കുത്തരം നൽകി നാഥൻ അനുഗ്രഹിച്ച് ആത്മീയ ചൈതന്യത്തോടെ ചെയ്യുന്നതാണെന്ന് ഹാജിയായ 36-കാരൻ ശ്രീകാര്യം സ്വദേശി ചാനലിനോട് പറഞ്ഞു. അല്ലാഹുവേ, നിന്റെ വിളികൾക്കും നിന്റെ ഭവനത്തിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ള ഹാജിമാരെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അവരുടെ ദുആകൾ നീ കബൂലാക്കണേ അല്ലാഹ്. അവരുടെയും ഞങ്ങളുടെയും സകല പാപങ്ങളെയും ദോഷങ്ങളെയും തെറ്റുകുറ്റങ്ങളെയും നീ പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ യാത്രയിൽ നിന്റെ കാവൽ നൽകണേ അല്ലാഹ്. നിന്നോട് അവരെന്തെല്ലാം ചോദിക്കുമോ അതെല്ലാം അവർക്ക് നീ നൽകണേ അല്ലാഹ്. അവരുടെ ദുആകളിൽ ഞങ്ങളെയും നീ പങ്കാളികളാക്കണേ അല്ലാഹ്. ഒരുപാട് പേര് ഞങ്ങളോടും അവരോടും
ഹജ്ജുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ. لبيك اللهم لبيك لبيك لا شريك لك لبيك